ഞങ്ങളുടെ നാട്ടിലെ വീടും പരിസരവും മുത്തശ്ശന്റെ അധീനതയായിരുന്നു. എന്നാൽ പറമ്പിലെ പ്രായം ചെന്ന ഒരു പടുകൂറ്റൻ ആൽമരം അതെന്റെ അധീനതയിലായിരുന്നു. പ്രായമായ മുത്തശ്ശന് അതിൽ കയറാനാകില്ലല്ലോ. മുത്തശ്ശി മുത്തശ്ശനെ ഡെസ്മണ്ട് പ്രഭുവിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിക്ക് 117 വയസ്സുണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ഒരു ആപ്പിൾ മരം കണ്ടപ്പോൾ അതിൽ കയറാനൊരു മോഹം തോന്നി. അവർ ആ ആപ്പിൾ മരത്തിൽ കയറുകയും താഴെ വീണ് അവരുടെ കഥ കഴിയുകയും ചെയ്തു. ഒരു പക്ഷേ അവർ ആ ആപ്പിൾ മരത്തിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കാമായിരുന്നു. ആൽമരം ഭൂമിയിലേക്ക് വളഞ്ഞ് വീണ്ടും വേര് പിടിച്ചു. കമാനങ്ങളുടെ ഒരു ചക്രവാളം രൂപപ്പെടുത്തി. ആൽമരത്തിന് മുത്തശ്ശനേക്കാൾ, ഈ വീടിനേക്കാൾ, എന്തിനേറെ പറയുന്നു ഡെഹ്റ പട്ടണത്തെക്കാളൊക്കെ പഴക്കമുണ്ട്. ഏകദേശം ആൽമരത്തിന്റെ മധ്യത്തിലായി ഞാൻ ഒരു ഏറുമാടം പോലെ തട്ടുകെട്ടിയിരുന്നു. വലിയ വെയിലില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ഉച്ച കഴിഞ്ഞുള്ള സമയം ഞാൻ ഏറുമാടത്തിലായിരുന്നു ചെലവഴിച്ചിരുന്നത്. ആൽമരത്തിലെ എൻ്റെ ആദ്യത്തെ സുഹൃത്തും പരിചിതനും ആയത് എൻ്റെ ഒരു ചെറിയ ചാരനിറത്തിലുള്ള അണ്ണനായിരുന്നു. കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ ഞാൻ അവന് നൽകി. പതിയെ പതിയെ ഒട്ടും പേടികൂടാതെ അവൻ എന്നോട് അടുത്തിടപഴകാനും തുടങ്ങി. ഒരു പക്ഷേ അവൻ്റെ മറ്റ് അണ്ണാൻ സുഹൃത്തുക്കൾ ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിൽ വിഡ്ഢിത്തമാണെന്ന് കരുതിയിരിക്കാം. വസന്തകാലത്ത് ആൽമരം നിറയെ ചെറിയ ചുവന്ന അത്തിപ്പഴങ്ങളുള്ളപ്പോൾ എല്ലാത്തരം പക്ഷികളും ഇവിടെ ഒത്തുകൂടും. തത്തകളും കാക്കകളും എപ്പോഴും പരസ്പരം കലഹിക്കുമായിരുന്നു. അത്തിപ്പഴ സീസണിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയരുന്ന സ്ഥലമായിരുന്നു ഈ ആൽമരം. വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലയിണ ആൽമരത്തിൽ ചാരി വെച്ചിരുന്ന ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലിയുടെ കഥകൾ, പിന്നെ എഡ്ഗർ റൈസ് ബറോസിന്റെയും ലൂസിയാമെ ആൽക്കോട്ടിന്റെയും നോവലുകൾ. അങ്ങനെ പല തരത്തിലുള്ള കഥ ബുക്കുകൾ എൻ്റെ പക്കലുണ്ടായിരുന്നു. കഥകൾ വായിച്ചു മടുപ്പ് തോന്നുമ്പോൾ ഞാൻ ആൽമരത്തിലെ ഇലകൾക്കിടയിലൂടെ വെറുതെ താഴോട്ട് നോക്കിയിരിക്കും. നല്ല രസമാണ് അങ്ങനെ നോക്കിയിരിക്കാൻ. മുത്തശ്ശി തുണി അലക്കി വിരിക്കുന്നത്, വീട്ടിലെ പാചകക്കാരി പച്ചക്കറിക്കാരനുമായി തർക്കിക്കുന്നത്, അതും അല്ലെങ്കിൽ കൊല്ലം മുഴുവൻ പൂത്തു നിൽക്കുന്ന തന്റെ തോട്ടത്തിലെ ജമന്തി പൂക്കളോട് കിണരിക്കുന്ന മുത്തശ്ശൻ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണയായി പറയത്തക്കവണ്ണം വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു വേനലവധിക്കാലം, ഏതാണ്ട് ഒരു ഏപ്രിൽ മാസമായിരുന്നു. ഞാൻ എൻ്റെ ഏറുമാടത്തിലിരുന്ന് നോക്കുമ്പോൾ അതാ തോട്ടത്തിലൊരു കീരിയും മൂർഖനും തമ്മിൽ പൊരിഞ്ഞാടി. ഒരു യുദ്ധം തന്നെയായിരുന്നു അത്. ഉച്ച കഴിഞ്ഞുള്ള ചൂടുകാറ്റ് കാരണം മുത്തശ്ശനെ ഉൾപ്പെടെ എല്ലാവരും വീടിനകത്തായിരുന്നു. എനിക്കാണെ ഉറക്കം വന്നിട്ടും വയ്യ. വീടിന് പിന്നാമ്പുറത്തുള്ള കുളത്തിൽ പോയി ചാടാം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഒരു ഉഗ്രൻ കരിമൂർഖൻ പാമ്പ് കള്ളിമുൾച്ചെടിയുടെ ഇടയിലൂടെ ഇഴഞ്ഞു വരികയാണ്. തോട്ടത്തിലെ തണലുള്ള ഭാഗം നോക്കി അത് നീങ്ങുന്നു. ആ സമയം തന്നെ ഒരു കീരി കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അത് നേരെ മൂർഖന്റെ നേർക്ക് തിരിഞ്ഞു. മരത്തിന്റെ താഴെ ഒരു പോർക്കളത്തിൽ വെട്ടി തിളങ്ങുന്ന സൂര്യന് താഴെ അവർ നേർക്ക് നേർ വന്നു. 3 അടി മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മുടെ കീരി ബുദ്ധിമാനും അടിപൊളി ഫൈറ്റർ ആണെന്ന് മൂർഖന് അറിയാമായിരുന്നു. വളരെ അപകടകാരിയാണ് കീരി. എന്നിരുന്നാലും നമ്മുടെ മൂർഖനും ഒട്ടും മോശമല്ല. അവനും കഴിവുള്ള തഴക്കം ചെന്ന ഒരു പോരാളി തന്നെയാണ്. വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറാനും പ്രകാശവേഗത്തിൽ ആക്രമിക്കാനും അവന് പറ്റും. പിന്നെ അവന്റെ നീണ്ട കൂർത്ത ഉഗ്ര വിഷപ്പല്ലുകൾ. ശരിക്കും അതൊരു വീരശൂരന്മാർ തമ്മിലുള്ള പോരാട്ടം തന്നെ ആയിരുന്നു. കീരിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാമ്പ് അവന്റെ നാവ് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചു. 6 അടിയോളം നീളം വരുന്ന മൂർഖൻ 3 അടി ഉയരത്തിൽ പത്തി വിരിച്ചു നിന്നു. വെയിലേറ്റ് അവന്റെ പത്തി തിളങ്ങി. കീരിയാകട്ടെ അവന്റെ വാലൊക്കെ നിവർത്തി നിൽക്കുക. അവന്റെ മുതുകിലുള്ള കട്ടി രോമങ്ങളൊക്കെ എഴുന്നു നിന്നു. തമ്മിൽ തല്ലാൻ നിന്ന നമ്മുടെ പോരാളികൾക്ക് ഞാൻ മുകളിലുള്ള കാര്യം അറിയില്ലായിരുന്നു. പെട്ടെന്ന് 2 അതിഥികൾ കൂടി അങ്ങോട്ടേക്ക് വന്നു. ഒരു മൈനയും ഒരു കാക്കയും. കീരിയും പാമ്പും തമ്മിലുള്ള യുദ്ധം കാണാൻ അവർ കള്ളിമുൾച്ചെടികളിൽ സ്ഥാനമുറപ്പിച്ചു. യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. മൂർഖൻ
പ്രതിരോധത്തിന്റെ ശൈലിയാണ് പുറത്തെടുത്തത്. ആക്രമണത്തിന് മുതിരാതെ അവൻ ഇരുവശങ്ങളിലേക്കും പയ്യെ പയ്യെ ആടിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും കീരിയെ പ്രലോഭിപ്പിച്ച് അവനെ കൊണ്ട് ഒരു എടുത്തുചാട്ടം ഉണ്ടാക്കാനായിരുന്നു മൂർഖന്റെ പ്ലാൻ. പക്ഷേ തന്റെ എതിരാളിയുടെ കണ്ണിൽ കൗശലം കീരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കീരി മൂർഖന്റെ കണ്ണിൽ നോക്കുന്നതിന് പകരം അവന്റെ പത്തിയുടെ താഴെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. ഞൊടിയിടയിൽ മുന്നോട്ട് വന്ന് മൂർഖനെ തൊട്ടില്ല എന്ന മട്ടിൽ കീരി ഒരു തരം വ്യാജപ്രഹരം നടത്തി. ക്ഷണനേരത്തിൽ മൂർഖൻ തിരിച്ചടിച്ചു. അവന്റെ വമ്പൻ പത്തി പൊടുന്നനെ കീരിയുടെ നേർക്ക് വന്നു. ശരിക്കും കീരിയുടെ കഥ കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞൻ കീരി വളരെ സമർത്ഥമായി മൂർഖന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മൂർഖൻ ആക്രമിച്ച അതേ വേഗത്തിൽ കീരി അവനെ പുറകിൽ നിന്ന് കടിച്ചു. പ്രഹരമേൽപ്പിച്ചിട്ട് മൂർഖനിൽ നിന്ന് സുരക്ഷിതമായ ഒരു അകലത്തിലേക്ക് ഒഴിഞ്ഞു മാറി. മൂർഖൻ കീരി ആക്രമിച്ചപ്പോൾ കാണികളായ മൈനയും കാക്കയും മൂർഖന്റെ നേർക്ക് ചിറകടിച്ചു പറന്നു വന്നു. പക്ഷേ അവർ തമ്മിൽ കൂട്ടിയിടിച്ചു. പരസ്പരം തലവില കൂട്ടി പഴയ സ്ഥാനത്തേക്ക് വന്നിരുന്നു. കീരിയുടെ കടിയേറ്റ് മൂർഖന്റെ മുതുകിൽ നിന്നും ചോര വന്നു. അത് വെയിലിൽ തിളങ്ങി. മൂർഖൻ വീണ്ടും കീരി ആക്രമിച്ചെങ്കിലും കീരി സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയും മൂർഖന്റെ മേൽ ചാടിക്കയറി വീണ്ടും കടിക്കുകയും ചെയ്തു. ഈ സമയം കാക്കയും മൈനയും വീണ്ടും പാമ്പിന്റെ നേർക്ക് റാഞ്ചി പറന്നു. പരസ്പരം വീണ്ടും അവർ കൂട്ടുമുട്ടി. കലപില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും കള്ളിമുച്ചടിയിൽ വന്നിരിക്കുകയും ചെയ്തു. കീരിയും പാമ്പും തമ്മിലുള്ള യുദ്ധത്തിന്റെ 3-ാം റൗണ്ടിലും ഏതാണ്ട് ആദ്യത്തെ റൗണ്ടിലെ ഏറ്റുമുട്ടൽ പോലെ തന്നെയായിരുന്നു. ഒരേ ഒരു സംഭവം ഒഴിച്ചാൽ കാണികളായ കാക്കയും മൈനയും ഇത്തവണയും പാമ്പിന്റെ നേർക്ക് പറന്നെടുത്തു. പക്ഷേ ഇത്തവണ അവർക്ക് ലക്ഷ്യം പിഴച്ചു. മൈന പറന്നു പൊങ്ങി കള്ളിച്ചെടിയിൽ ചേക്കേറിയെങ്കിലും കാക്കയ്ക്ക് കൃത്യസമയത്ത് പറന്നുയരാൻ കഴിഞ്ഞില്ല. അത് തിരികെ കള്ളിച്ചെടിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന സമയത്ത് മൂർഖൻ അവന്റെ പത്തി കൊണ്ട് അതിശക്തമായി കാക്കയെ പ്രഹരിച്ചു. പാവം കാക്ക കുറച്ചു ദൂരം തോട്ടത്തിൽ അങ്ങും ഇങ്ങും പറന്നു. പിന്നെ താഴെ വീണു. ചിറകടിച്ചു പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. ഇത് കണ്ട് മൈന പിന്നീട് പാമ്പും കീരിയും തമ്മിലുള്ള വഴക്കിൽ ഇടപെടില്ല എന്നുറച്ച് കള്ളിച്ചെടിയിൽ തന്നെ അനങ്ങാതിരുന്നു. മൂർഖൻ ക്ഷീണിതനായി തുടങ്ങിയിരിക്കുന്നു. അതേസമയം കീരിയാകട്ടെ യാതൊരു ദയയുമില്ലാതെ അവന്റെ കുഞ്ഞൻ കാലിൽ എഴുന്നേറ്റ് നിന്ന് പാമ്പിന് നേരെ ചീറി. മിന്നൽ വേഗത്തിൽ പാമ്പിന്റെ മൂക്കിനിട്ടടിച്ചു. മൂർഖനാകട്ടെ വേദന കൊണ്ട് പുളഞ്ഞു. രോഷാകുലനായി അവൻ. അത് കീരിയെ ചുറ്റി വരിയാൻ നോക്കി. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. മൂർഖൻ അടിയറവ് പറയുന്നത് വരെ കുഞ്ഞൻ കീരി അതിശയകരമായി പിടിച്ചു നിന്നു. അവസാനം മൂർഖൻ മരണത്തിന് കീഴടങ്ങി. കീരി പാമ്പിന്റെ പത്തിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് പോയി. ഇതെല്ലാം കണ്ടു നിന്ന മൈന ചുറ്റുപാടും നോക്കിയ ശേഷം താഴോട്ട് വന്നു. പയ്യെ പയ്യെ ചാടി ചാടി അത് കുറ്റിക്കാട്ടിലേക്ക് എത്തി നോക്കി. പിന്നീട് അത്യുച്ചത്തിൽ ചിലച്ചുകൊണ്ട് കീരിയെ അനുമോദിച്ചുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ അത് പറന്നുപോയി. താഴത്തെ സാഹചര്യങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാനും പയ്യെ മരത്തിൽ നിന്നിറങ്ങി വീട്ടിലോട്ട് നടന്നു. കീരിയും പാമ്പും തമ്മിലുണ്ടായ പോരാട്ടം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. കീരി ജയിച്ചതിൽ മുത്തശ്ശന് സന്തോഷിച്ചു. അപകടകാരിയായ മൂർഖനെ കൊന്നതുകൊണ്ടാകാം കീരിയെ തോട്ടത്തിൽ തന്നെ തുടരട്ടെ എന്ന് മുത്തശ്ശൻ തീരുമാനിച്ചു. അതിന് പതിവായി അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണം നൽകാനും തുടങ്ങി. എന്നിരുന്നാലും മുത്തശ്ശൻ ഒരിക്കലും കീരിയെ ഇണക്കിയെടുക്കാൻ ശ്രമിച്ചില്ല. കാരണം കീരി ഇണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ശൗര്യം കുറയും. അതിൻ്റെ വന്യമായ ശൗര്യം തന്നെയാണ് വീടിന് ഉപകാരപ്രദം. ആൽമരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കീരിയെ കാണാൻ തുടങ്ങി. അവൻ തോട്ടത്തിൻ്റെ 4 പാടും റോന്തു ചുറ്റി നടന്നു. ഒരു തവണ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ വായിലൊരു മുട്ട. എനിക്കുറപ്പായിരുന്നു അവനത് കോഴിക്കൂട്ടിൽ നിന്ന് കട്ടതാണ്. പക്ഷേ കോഴികളെ അവനൊന്നും ചെയ്തില്ല. എന്തായാലും തോട്ടത്തിൽ നിന്ന് പാമ്പിനെ അവൻ തുരത്തുന്നിടത്തോളം കാലം എത്ര മുട്ട കട്ടാലും മുത്തശ്ശി കീരിയെ ഒന്നും ചെയ്യില്ല. ഇതുകൂടാതെ മറ്റൊരു വിചിത്രമായ സംഭവം കൂടി ആൽമരത്തെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്. ഒരു ചാര നിറത്തിലുള്ള അണ്ണാനും
വെള്ള എലിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഞാൻ പറഞ്ഞിരുന്നില്ലേ സുഹൃത്തുക്കളെ, എൻ്റെ ആൽമരത്തിലെ സുഹൃത്ത് ഒരു അണ്ണാനായിരുന്നു എന്ന്. ആ അണ്ണാനാണ് ഈ കഥയിലെ നായകൻ. വെള്ള എലിക്കുട്ടനെ മുത്തച്ഛൻ വാങ്ങിയതാ 4 അണയ്ക്ക്. കാര്യം അത് മുത്തച്ഛനെ ആയിരുന്നെങ്കിലും ഞാൻ ആൽമരത്തിൽ പോകുമ്പോൾ പലപ്പോഴും എലിക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൽമരത്തിലുള്ള അണ്ണാരക്കണ്ണനിൽ ഒരാളുമായി എലിക്കുട്ടൻ പെട്ടെന്ന് ചങ്ങാത്തത്തിലായി. അവരിരുവരും ആൽമരത്തിൻ്റെ ചില്ലകളിൽ ഓടിച്ചാടി നടന്നു. പിന്നീട് അണ്ണാൻ കൂട് പണിയാൻ തുടങ്ങി. ആദ്യം അവൻ എൻ്റെ പോക്കറ്റിലാണ് കൂട് പണിയാൻ നോക്കിയത്. എന്തെന്നാൽ ഞാൻ വീട്ടിൽ കയറി എൻ്റെ വേഷം മാറുമ്പോഴൊക്കെ പോക്കറ്റിൽ നിന്ന് വൈക്കോലും പുല്ലും ഒക്കെ കിട്ടാൻ തുടങ്ങി. ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നൽ സാധനങ്ങൾ കാണാതായി. എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളത് തേടിയെങ്കിലും കണ്ടെത്താനായില്ല. തൊട്ടടുത്ത ദിവസം ആൽമരത്തിലെ ഒരു പൊത്തിൽ എന്തോ തിളങ്ങുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കയറി എന്താണെന്ന് നോക്കിയപ്പോൾ കണ്ടത് മുത്തശ്ശി തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ അറ്റം. ശരിക്കും നോക്കിയപ്പോൾ ആ പൊത്തിൽ നിറച്ചും തുണി നൂലുകൾ തിരികെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുവിലായി 3 അണ്ണാൻകുഞ്ഞുങ്ങൾ. രസം എന്താണെന്ന് വെച്ചാൽ ആ 3 അണ്ണാൻകുഞ്ഞുങ്ങൾക്കും വെള്ള നിറമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെളുത്ത നിറത്തിലുള്ള അണ്ണാനെ? ഇല്ലല്ലേ, ഞാനേ കണ്ടിട്ടില്ല. മുത്തശ്ശൻ ജീവിതത്തിൽ വെള്ള അണ്ണാനെ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും സസൂക്ഷ്മം അതുങ്ങളെ അത്ഭുതത്തോടെ നോക്കി. കുറച്ചു നേരത്തേക്ക് എല്ലാവരുടെയും കിളി പോയിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വെളുമ്പൻ എലിക്കൂട്ടൻ്റെ ആൽമരത്തിലൂടെ കൂടെ ഉള്ള പോക്ക് ഞാൻ വെളിപ്പെടുത്തിയത്. ഉടനെ മുത്തശ്ശൻ പറഞ്ഞു, അപ്പോൾ വെളുമ്പൻ തന്നെ ആയിരിക്കും ആ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. എലിയും അണ്ണാനും ഒക്കെ ഒരേ ജനസാണെന്ന് മുത്തശ്ശൻ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് പുതുതലമുറയെ ഉണ്ടാക്കാനും സാധിക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്, മുത്തശ്ശൻ കൂട്ടിച്ചേർത്തു.